നീ പോയിട്ട് വന്നപ്പോൾ എന്നെ പോലെ പ്രായമുള്ള അമ്മച്ചിമാർക്കൊക്കെ വല്ലതും കടിച്ചു വച്ചൊക്കെ തിന്നാനുള്ളത് അതൊന്നും വേണ്ട വാങ്ങട്ടെ അമ്മക്ക് എരിവുള്ള വേണോ. ഒരു ഉദ്ഘാടനത്തിനും കാര്യത്തിനും ഒക്കെ എനിക്ക് പോണം അവിടെ. ആ നിന്ന് തിരിയാൻ സമയമില്ല. ഹലോ ഗൈസ്, വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരികയാണ്. എന്റെ കൊച്ചുമോൻ ടൂറിനൊക്കെ ഇന്നലെ പോയി. പൊന്മുടി, തെന്മല അവിടൊക്കെ പോയി. അവനെ ഇന്നലെ വിടാനുള്ള കാര്യം ഞാനാണ്. ഞാൻ പൈസ കൊടുത്ത് വിട്ടിട്ട് എനിക്ക് ഒന്നും കൊണ്ടു തന്നില്ല. കൊണ്ടു തന്നത് ഒരു കണ്ണാടി, ഒരു മണ്ടൻ കണ്ണാടി. കണ്ണി വെച്ചിട്ട് കണ്ണ് കാണാൻ വയ്യ. ഞാനത് അവനങ്ങ് കൊടുക്കുക. അവൻ വല്ലതും കടിച്ചു വച്ച് തിന്നാനുള്ളത് കൊണ്ടുവന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നു അവിടെ വിശേഷങ്ങളൊക്കെ? എന്തുവാ ഈ കണ്ണാടി വാങ്ങിച്ചത് എന്റെ കൂട്ടുകാരൻ വാങ്ങിച്ചത്. കണ്ണ് കാണാൻ വയ്യാത്തത് ഇത് വെച്ചിട്ട് കണ്ണ് കാണാൻ വയ്യ. അത് മണിയമ്മ വയസ്സായോണ്ട് വന്നേ. ഇത് 150 രൂപയുടെ കണ്ണാടിയാ. 150 രൂപയുടെ കണ്ണാടി ആയതുകൊണ്ടാ ഒട്ടും കാണാൻ കൊള്ളാത്തത്. 150 രൂപയുടെ കണ്ണാടി എനിക്ക് 100 രൂപയ്ക്ക് തന്നത്. ഇത് കാണാനേ കൊള്ളാവൂ, പക്ഷെ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല. വെച്ചാ 2 എണ്ണം വാങ്ങിച്ചോണ്ട് 100 രൂപ. നിങ്ങൾ കണ്ടടവും പോയടവും ഒക്കെ അടിപൊളിയായിരുന്നു. എന്തോ കഴിച്ചേ? അത് ഉച്ചക്ക് ഞാൻ കുഴിമന്തി കഴിഞ്ഞത്. നീ എവിടൊക്കെ കണ്ടടാ? അത് എന്താ പൊന്മുടി പോയപ്പോ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്തുവാ ഈ പറയുന്ന പേര് മഞ്ഞ് പോയൊരു സംഭവം, കോടമഞ്ഞൊക്കെ സൂപ്പർ ആയിട്ട് കാണാൻ പറ്റി. നിങ്ങള് ബസ്സിൽ നമ്മളെ ഏറ്റവും മണ്ടയ്ക്ക് കയറുമ്പോ ഒരു റോഡുണ്ടല്ലോ കറങ്ങി കറങ്ങി വഴിയില് അവരുടെ ബാഹുബലി സിനിമയ്ക്കകത്ത് ബാഹുബലി ഇവിടെ ഒരു സംഭവത്തിലോട്ട് ഒരു ഷൂലെടുത്ത് കുത്തിയിട്ട് ചാടത്തില്ല, അതേപോലത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സംഭവമായിട്ട് അവിടുത്തെ ഇങ്ങനെ ഒരു മരച്ചില്ല, ആ മരച്ചില്ലോട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിരപ്പായ ഒരു കല്ല്, ആ കല്ലിനെ നമുക്ക് ഇങ്ങനെ ബാഹുബലി സിനിമ ഓർത്തു പോയി. അങ്ങനെ ബാഹുബലി അതിന്റെ വെളി കയറിയിരിക്കുന്ന ഈ ഷൂലെടുത്തത് കറക്കി എറിയുന്നു, കറങ്ങി വന്നിട്ട് ഇങ്ങനെ പോയിട്ട് അപ്പാത്ത മലയോട് ചാടുന്നു. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് മഴയും, പിന്നിട്ട് അവിടെ മറ്റേ മേഘങ്ങൾക്ക് പോലെയല്ല മറ്റേ മഞ്ഞിങ്ങനെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നു. അല്ലാതെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങള് മലയാളം മണ്ടയ്ക്ക് കയറിയപ്പോ ഒരു വലിയൊരു അനർത്ഥം സംഭവിക്കേണ്ടായിരുന്നു. ഒരു കൊച്ചു വെച്ചാണെങ്കിൽ എന്തുവാ ഒരു ഡേഞ്ചർ സോണിലോട്ട് ഇറങ്ങി പോവാൻ നോക്കി. ഞങ്ങള് പറഞ്ഞ അങ്ങനെ കൂടുതലുള്ള ആളാണ്. ഞങ്ങള് പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങി പോകേണ്ടത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ എനിക്കൊന്ന് അത് ഇത്രേ ഉള്ളൂ, അപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് കൊച്ചിറങ്ങിയപ്പോ ടീച്ചർ അങ്ങോട്ട് ഇറങ്ങി ചെല്ലായിരുന്നു. ആര് വഴുതി അങ്ങ് പോയി. എന്ന് പറഞ്ഞാൽ അറ്റത്ത് നിൽക്കുക, അറ്റത്ത് നിങ്ങൾ വഴുതി താഴെ വരച്ച കുറച്ചങ്ങോട്ട് കയറിയപ്പോഴത്തേനും ടീച്ചർ വലിച്ചിട്ട്. എനിക്ക് ഈ ഒരു ചിന്തയായിരുന്നു. ടീച്ചർ പറഞ്ഞ ആരും ഇനി ഈ ആ പാറയുടെ താഴോട്ട് ഇറങ്ങരുത്, ഇറങ്ങിയ ചറക്ക വീഴാൻ ചെന്നിട്ടുണ്ട്. ഞങ്ങള് പറയുന്ന പോലെ ഞാൻ പേടിച്ചു. നമ്മൾ എവനെ പിടിക്കുന്നിടത്ത് നിക്കത്തില്ല, നമ്മൾ പറയുന്നതും ഇവൻ കേൾക്കത്തില്ല. എവന്റേതായ ഒരു സ്റ്റൈലും ഒരു ഇഷ്ടവും ഒരു പോക്കും വരവും ഉണ്ട്. അതിനാൽ എനിക്ക് അവനെ പേടിയായിരുന്നു സത്യത്തില്. ശരൺ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പാറ, പാറയുടെ മേളിൽ കയറി ഇരിക്കാൻ പറ്റില്ല. നമ്മളവിടെ കയറി ഫോട്ടോ കാണിച്ചു തരാം. ഇന്നലെ എത്ര മണിക്ക് കഴിഞ്ഞ് എത്തിയേ? 10:38 അടിപൊളിയായിരുന്നു. ആഗ്രഹം സാധിച്ചല്ലേ? സൂയി കയറി കരടി 2 കരടി. എന്നിട്ട് ഇപ്പൊ മറ്റേ പഴയ ആയുഷ് പറഞ്ഞ പഴയ 19 വയസ്സിൽ ജയിച്ച സിൻകൊണ്ടല്ലേ, അസുഖം മരിച്ചു പോയി 2023 പ്രായമുള്ള അത് മരിച്ചു പോയി. ഇപ്പം ഇപ്പൊ 2 സിംഹത്തേര് വാങ്ങിച്ചത്. കർത്താവേ, തിരുവനന്തപുരത്തൊക്കെ എത്ര വട്ടം പോയതാ? ഒരു വട്ടം പോയത്. നല്ല ടൂറായിരുന്നു. അടിപൊളിയായിരുന്നു. എന്തായാലും അമ്മച്ചി മുഖേനയാണ് വിട്ടത്. ആ അമ്മച്ചിക്ക് ഒന്നും കൊണ്ട് തന്നില്ല. വന്നപ്പോ എന്താ ഒരു പൊട്ടൻ കണ്ണാടി കൊണ്ടുവന്ന് കണ്ണി വെച്ചത് കാണാൻ പോലും കാണാൻ വയ്യ. എനിക്കിത് കാണാൻ വയ്യ, എനിക്ക് വേണ്ട. എനിക്ക് ഇത്ര കണ്ണാടി. ഇനി അവനെ വിടരുതടാ, ഇനി അവനെ വിടരുത്. ഒന്നും കൊണ്ടു തന്നില്ല. അത് ഞങ്ങള് ബീച്ചിൽ പോയായിരുന്നു. ഞങ്ങൾ വാങ്ങാൻ ഞങ്ങള് സൂയിന്ന് ഇറങ്ങിയിട്ട് അല്ലെ ബീച്ചിലോട്ട് പോകാൻ ഞങ്ങൾ ഇരുന്നത്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ ബീച്ച് ഞങ്ങള് ബീച്ച് കണ്ടില്ല, കണ്ണു വെച്ച് കാണാൻ പറ്റില്ല. ഞങ്ങള് ബസ്സിൽ കയറി ബീച്ച് എത്താറായപ്പോഴത്തെ ഭയങ്കര മഴ. പറഞ്ഞാ ഇനി പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇല്ല, ഞങ്ങളിപ്പോ 9:00 വീട്ടിൽ എത്തി.